everyone. ഇനി നമുക്ക് നെക്സ്റ്റ് എഴുതാനുള്ളത് നമ്മുടെ മലയാളം ഫസ്റ്റ് എക്സാം ആണ് അല്ലേ. അപ്പോൾ മലയാളത്തിൽ നമുക്ക് പൊതുവേയുള്ളൊരു കാര്യമാണ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ മലയാളം. പക്ഷേ കുറേ പേർക്ക് മലയാളത്തിൽ മാർക്ക് കുറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? മലയാളത്തിൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ചോദിക്കുക. ആസ്വാദനക്കുറിപ്പ്, ഉപന്യാസം, പ്രസംഗം എഴുതാൻ, അതുപോലെ തന്നെ നമ്മുടെ കഥാപാത്ര നിരൂപണം എഴുതാൻ. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. ഓക്കെ, ചില ആസ്വാദനക്കുറിപ്പ് എഴുതുന്നത് പോലെ ആയിരിക്കില്ല കഥാപാത്ര നിരൂപണം എഴുതേണ്ടത്, അതുപോലെ ആയിരിക്കില്ല പ്രസംഗം എഴുതുന്നത്. ഓരോന്നിനും കൃത്യമായിട്ടുള്ള ഫോർമാറ്റും കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ വിചാരിച്ച പോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വെറുതെ വലിച്ചു വാരി കുറേ എഴുതിയിട്ട് കാര്യമില്ല. എഴുതുന്ന കാര്യങ്ങൾ ആ കൃത്യമായ ഫോർമാറ്റോടെ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യണം? എൻ്റെ മക്കളെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം ഇന്നത്തെ ലൈവിൽ നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് കറക്റ്റ് 7:30 നമ്മുടെ മലയാളത്തിൻ്റെ ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ 7:30 മക്കളെല്ലാവരും ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി നമ്മുടെ ലൈവിലോട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ മലയാളത്തിൽ എൻ്റെ മക്കൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് താരതമ്യ കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ ഈ ഒരു താരതമ്യ കുറിപ്പ് എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല, അതിനും കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഒരു താരതമ്യ കുറിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യണം? മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ആദ്യം നോക്കിക്കേ, താരതമ്യ കുറിപ്പ് എഴുതുമ്പോൾ താരതമ്യം ചെയ്യാൻ തന്നിരിക്കുന്ന ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾക്കൊരു കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. ആ സമയത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ രണ്ട് കവിതയായിരിക്കാം അല്ലെങ്കിൽ 2 കഥകളായിരിക്കാം, അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഇനിയോ, ആശയം, അവതരണം, സന്ദർഭം, ഭാഷാ പ്രയോഗങ്ങൾ എന്നിവയുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും മനസ്സിലാക്കി വേണം താരതമ്യ കുറിപ്പ് എഴുതാൻ. അപ്പോൾ ഒരു താരതമ്യ കുറിപ്പ് എഴുതുന്ന സമയത്ത് അവിടെ സാമ്യങ്ങൾ ഉണ്ടായിരിക്കും, വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു ഒറ്റ തവണ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ തവണയും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കൂടുതൽ സമയം എടുക്കരുത്, വേഗം തന്നെ വായിച്ചു നോക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാമ്യങ്ങളാണ് ആദ്യം എഴുതേണ്ടത്, അതിനുശേഷം മാത്രമേ വ്യത്യാസങ്ങളെ കുറിച്ച് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം തന്നിട്ടുള്ളതിൽ 2 കവിതകളാണെങ്കിൽ അവർക്ക് തമ്മിലുള്ള സാമ്യങ്ങൾ എന്തൊക്കെയാണ്, അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ്, അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. പിന്നീട് അവസാനമാണ് വ്യത്യാസങ്ങൾ എഴുതേണ്ടത്. ഇനി കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ പെരുമാറ്റം, സ്വഭാവം, പ്രതികരണങ്ങൾ, മറ്റുള്ളവരോട് ഇടപെടുന്ന രീതി, മനോഭാവം എന്നിവയിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും ശ്രദ്ധിക്കണം. ഇപ്പോൾ 2 കഥകൾ തരികയാണെങ്കിൽ അവിടെ കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിലുള്ള കഥാപാത്രങ്ങളെ നിരീക്ഷിച്ച് അവരുടെ പെരുമാറ്റ രീതിയിലും സ്വഭാവത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് അതും കൂടി താരതമ്യ കുറിപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി അവസാനം ശ്രദ്ധിക്കേണ്ടത് ഉത്തരം 2 ഖണ്ഡികയിൽ കവിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ താരതമ്യ കുറിപ്പ് എഴുതുന്ന സമയത്ത് 2 പാരഗ്രാഫ് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തേൽ സാമ്യങ്ങൾ എഴുതുക, നെക്സ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റ് നിങ്ങൾ എന്ത് എഴുതുക? ഈ 2 കവിതയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതാണ്. പിന്നെ ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഈ കവിത വായിച്ചിട്ട് എന്തെങ്കിലും നമ്മുടെ ആധുനിക കാര്യവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവസാനത്തെ പാരഗ്രാഫിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മുടെ താരതമ്യ കുറിപ്പിൽ മക്കളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ ക്ലാസ് 7th കഴിയാൻ വേണ്ടി പോവുകയാണ്. മാർച്ച് അവസാനം കഴിഞ്ഞാൽ 2 മാസം വെക്കേഷൻ കഴിഞ്ഞാൽ എൻ്റെ മക്കളെല്ലാവരും 8ാം ക്ലാസ്സിലോട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ നമ്മുടെ എക്സാം ഇന്നർ ബാച്ചാണ് നമ്മുടെ ശക്തി ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ശക്തി ബാച്ചിൽ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ടൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് വേഗം തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മുടെ മലയാളം ഫസ്റ്റിൻ്റെ ഫൈനൽ മാരത്തോൺ ലൈവ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഉഷാറാക്കും, അടിപൊളിയാക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്റ്റ് സമയത്തിന് എന്ത് ചെയ്യുക? നമ്മുടെ ലൈവിലോട്ട് ജോയിൻ ചെയ്യുക. എങ്ങനെയാണ് മലയാളത്തിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് ആൻസർ ചെയ്യാന്നുള്ള കാര്യം ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആരും ലൈവ് മിസ്സാക്കരുത്. സോ ഓൾ ദ വെരി ബെസ്റ്റ്.